വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനം, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപപ്പെടരുത്, മറിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി ദൈവത്തിങ്കിലേക്ക് വരിക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ നവീകരണം വഴി നമ്മുടെ ചിന്തകളേക്ക് മാറ്റി ദൈവത്തിങ്കിലേക്ക് വരണം. നമ്മുടെയൊക്കെ ചിന്തകളെ മാറ്റിയാൽ നമ്മുടെ വികാരങ്ങളും പ്രവൃത്തികളും മാറുമെന്ന് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി CBTയും പറയുന്നുണ്ട്. അപ്പോൾ വചനം പറയുന്നു, മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ എന്ന്. ഇനി ഈ മനസ്സിൻ്റെ നവീകരണം വഴി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് വചനമാണ്. അതായത് നമുക്കറിയാലോ, ഈ വചനത്തിൽ പ്രത്യേകിച്ച് സുഭാഷിതങ്ങൾ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇതിലൊക്കെ പ്രായോഗികമായ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പം നമുക്ക് എങ്ങനെ നാളെ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാം, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ കീപ്പപ്പ് ചെയ്യാം, സമൂഹത്തിന് മുൻപിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അങ്ങനെ ധാരാളം പ്രായോഗികമായ നിർദ്ദേശങ്ങളൊക്കെ ഈ വചനഭാഗങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ പുസ്തകങ്ങളിലെ ഈ വചനങ്ങൾ വായിച്ചു കഴിയുമ്പം മനസ്സിൽ പതുക്കെ നവീകരണം വരും. ആ മനസ്സിൽ നവീകരണം വന്നു കഴിയുമ്പം ചിന്തയിൽ മാറ്റം വരും. ചിന്തയിൽ മാറ്റം വന്നു കഴിയുമ്പം ജീവിതത്തിൽ വലിയ മാറ്റമാണ്. കാരണം എന്താ? കാഴ്ചപ്പാടുകൾ മാറി, പിന്നെ വലിയ വ്യത്യാസമാണ് ജീവിതത്തിലേക്ക് വരുന്നത്. അതാണ് പറയുന്നത്, മനസ്സിൻ്റെ നവീകരണം വചനം വായിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നു.